ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പഴയ വാഹനങ്ങളിൽ അതിൻ്റെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാത്ത വരുന്ന അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ മാറ്റി എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതേപോലെ ഈ പഴയ വാഹനങ്ങളുടെ പാർട്സുകൾ പലതും നമുക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനത്തെ വാഹനങ്ങൾ നമുക്ക് ആ ഫാൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ആക്കിയെടുക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുകയും ഓഫാകുകയും ചെയ്യുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമ്മൾ നോക്കാം. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വാഹനത്തിലെ ടെമ്പറേച്ചർ മീറ്ററും അതേപോലെ നാം പുതിയ വെച്ച മൊഡ്യൂളിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കാം. ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ മാറ്റിയിട്ടും ഇത് ഫാൻ ഓൺ ആകാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ എക്സ്ട്രാ ഒരു ബോർഡ് വെച്ചിട്ട് ഫാൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നോക്കുന്നത്. ഇത് ഞാൻ 65 ഡിഗ്രിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അത് ഹീറ്റ് കയറി വരുന്നുണ്ട്. 65 ഒരു 2 ഡിഗ്രി ചൂടും കൂടി കൂടുന്ന സമയത്താണ് ഈ ഫാന് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നത്. ഡിഗ്രി ആവുന്ന സമയത്ത് ഈ ഫാൻ ഓൺ ആവുകയും ഇപ്പോൾ നമ്മുടെ ഫാൻ ഓൺ ആയിട്ടുണ്ട്. ഇത് തിരിച്ച് 65 കുറയുന്ന സമയത്ത്, ചൂട് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓഫ് ആകുന്നതാണ്. അങ്ങനെ 65 ഡിഗ്രി താഴ്ന്ന സമയത്ത് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. ഇപ്പോൾ നമ്മുടെ ഫാൻ ഓഫായി. ടെമ്പറേച്ചർ താഴ്ന്ന സമയത്ത് ഫാൻ ഓഫായി. ഇതിൻ്റെ ഫ്യൂസ് കാരിയറാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഈ 2 കറുത്ത റിലേകൾക്കിടയിലുള്ള 2 റിലേ ആണ് ഈ ഫാനിൻ്റെ ഹൈ സ്പീഡും ലോ സ്പീഡും. ഇതിൽ നമ്മൾ ലോ സ്പീഡ് കൊടുത്തിട്ടില്ല. ഹൈ സ്പീഡിൻ്റെ നെഗറ്റീവ് ലൈനിലാണ് നമ്മൾ ഈ ബോർഡിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് വേണ്ടി 3 വയറുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് അതിലെ രണ്ട് സെൻസറിൻ്റെ വയറും, ഒന്ന് ഈ റിലേയിലോട്ട് വരുന്ന മൈനസ് വയറും. ആ 3 വയറേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെ സെൻസർ നമ്മൾ നേരിട്ട് കൊടുത്തിരിക്കുന്നത് റേഡിയേറ്ററിൻ്റെ ബാക്ക് സൈഡിലും ഫാനിൻ്റെ നേരെ മുൻഭാഗത്തുമായിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.